എന്നും രാവിലെ നേരത്തെ എനിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാത്രി കിടക്കുക. പക്ഷേ ഈ ഡേറ്റ് തീരെ പറ്റണില്ല. 6 മണിയാവട്ടോ ഞാൻ എനിക്ക് വരുമ്പോ. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറുമ്പോഴോ 6:30 കൂടി ആവട്ടാ. എന്നാലും എങ്ങനെയൊക്കെ ചടുപിടുന്നതിനെ കൊണ്ടുപോകാനുള്ളതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ആക്കി തീർക്കുക. അപ്പൊ ഇന്ന് ചായക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചതിന് ശേഷം ഇഡ്ഡലിയുടെ മാവിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് സംഭവം ഒന്ന് സെറ്റ് ആക്കിയിട്ട് മഴ പെയ്യാനുള്ളൊരു ചാൻസ് കാണാണ്ടേ. അതാണ് ഞാൻ ഈ നോക്കണത്. രാവിലെ കുറച്ച് മടിയോട് കൂടിയിട്ട് എനിക്ക് വരണമെങ്കിലും കൂടിയിട്ട് അമ്പലത്തിൽ നിന്ന് ഈ പാട്ട് കേട്ടാൽ മടിയൊക്കെ ഒന്ന് മാറൂട്ടോ. അതുകൊണ്ട് തന്നെ വെപ്പൊക്കെ പിന്നെ ചടപടേന്നാവൂട്ടോ. അപ്പൊ ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാർ വെക്കാന്നായിട്ട് വിചാരിക്കണത്. തലേന്നൊന്നും അരിഞ്ഞ് വെച്ചിട്ടില്ല. ഒക്കെ അതേ കൈയോടെയായിട്ട് അരിഞ്ഞെടുക്കണത്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും പരിപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഷ്ണം വേവിക്കാനായിട്ട് വെച്ചേക്കണത്. പിന്നെ ചട്നിക്കുള്ള തേങ്ങയും അതുപോലെ തന്നെ സാമ്പാറിക്കുള്ള തേങ്ങയും കൂടി ചിരകി എടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ ഇഡ്ഡലിയും കൂടി സെറ്റ് ആയിട്ടുണ്ട്. സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ടിട്ട് തേങ്ങയും ചെറുള്ളിയും നമ്മുടെ കായും നല്ലോണം കറിവേപ്പില ഇട്ടിട്ടാട്ടാ ഞാൻ തേങ്ങ വറുത്തെടുക്കാറ്. കായല്ലാട്ടാ കായ. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലിട്ട ടേസ്റ്റ് കൂടുന്നാണ് എന്റെ അമ്മ പറയാറ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ കുറെ ഇടാറുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അത് വറുക്കുമ്പോ കരിയാണ്ട് നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ് കേട്ടോ. ഇനി സാമ്പാർ എങ്ങാനും കൊളായി എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കരിയാണ്ട് നോക്കണം. കുക്കറിൽ ഇതേ കഷ്ണമൊക്കെ വെന്ത് വന്നതിന് ശേഷം പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പുളി തിളച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ആക്കണത്. പിന്നെ ഇത് ചട്നിക്കുള്ള വറവും കൂടി ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സാമ്പാറിലേക്കുള്ള വറവാട്ടോ. കറിവേപ്പിലയും കടുകും ഉണക്കമുളകും വറുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ സാമ്പാർ പൊടി കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്. ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ടു. എന്നിട്ട് ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു. സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ പൊടി ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. കാരണം പൊടി കരിയരുത്. അപ്പോഴും നമുക്ക് സാമ്പാർ കൊളായി കിട്ടും കേട്ടോ. പിന്നെ ഇതേ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ നമ്മുടെ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. പിന്നെ തേജുവിന് സ്നാക്സ് ആയിട്ട് പഴം പൊരിച്ചത് നെയ്യിലിട്ട് പൊരിച്ചത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവനെ പഴം കഴിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ പഴം കഴിക്കൽ കുറവാണ്. അപ്പൊ ഈ പഴംപൊരി ഉണ്ടാക്കണേക്ക് അവന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ നെയ്യിലിട്ട് പൊരിച്ചാൽ അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ സ്നാക്സ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യണത്. അപ്പൊ അതും കൂടി റെഡിയാക്കിയിട്ട് അവന്റെ പാത്രത്തിലാക്കി അടച്ചു വെച്ചു. ഉച്ചത്തേക്ക് പിന്നെ ഇഡ്ഡലിയും നമ്മുടെ ചട്നിയായിട്ട് അവന് കൊടുത്തു വിടുക. പിന്നെ അവനെ എനിപ്പിച്ച് കുളിപ്പിക്കലും കഴിഞ്ഞു. ഇതേ കുട്ടി അമ്പാട്ടിനെ വന്ന് തൊഴുന്നുണ്ട്. വിൻഷേട്ട അവിടെ നടന്നിട്ടോ കേട്ട ചായ കുടിക്കണത്. കാരണം വിൻഷേട്ട എനിക്ക് അന്നൊന്ന് നേരം മെഴുകിയിട്ടുണ്ട്. വിൻഷേട്ടനാണെങ്കിൽ ഇന്ന് നേരത്തെയും പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒന്ന് മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലാടുന്നേ. പിന്നെ ഞാൻ വേഗം കുളിച്ചു വിളക്ക് കൊളുത്തിയിട്ട് വിൻഷേട്ടൻ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ചെയ്തു അത്. പിന്നെ നമ്മുടെ തേജപ്പനെ ഇതേ പുറപ്പിടിച്ചു. കുറിയും കാര്യങ്ങളൊക്കെ തൊട്ടിട്ട് ഇനി അവനെ വണ്ടി കയറ്റാൻ പോകണം. ആദ്യം എന്നോട് ഉച്ചത്തേക്ക് അവന് ഇഡ്ഡലിയും ചട്നിയും മതി എന്നാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കണ്ടുവന്ന് പറയുന്നു സാമ്പാറും മതിയെന്ന്. അപ്പൊ ഞാനിതേ സാമ്പാറാക്കിയിട്ട് വീണ്ടും ഇതേ നമ്മുടെ പാത്രത്തിലൊക്കെ വെച്ചു. പിന്നെ കുട്ടി ഇതേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേ അവനെ വണ്ടി കയറ്റാൻ പോവാണ്. അപ്പൊ വിൻഷേട്ടൻ വീഡിയോ എടുത്ത് തരാട്ടോ ചെയ്യണത്. അപ്പൊ വിൻഷേട്ടനാണ് ഞങ്ങൾ ഈ ടാറ്റ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കമന്റ് ടോപ്പറെ സെലക്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ കമന്റ് ഇട്ടോളൂ. നമ്മുടെ തേജപ്പനും ക്ലാസ്സിക്ക് പോയി വിൻഷേട്ടനും ഇതേ ജോബിന് പോയിട്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.